ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് സേവനാഴിയിൽ പീച്ചെടുക്കാവുന്ന ഒരു മുറുക്ക് ഉണ്ടാക്കാം. അതിനായി ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവിൻ്റെ പകുതി അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കും നൂൽപുട്ടിനും വേണ്ടി വറുത്ത് വെച്ച അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. മസാലയുടെ ടേസ്റ്റ് ഉള്ളവർ പെരിഞ്ജീരകപ്പൊടിയോ കുറച്ച് ഗരം മസാലപ്പൊടിയോ ചേർത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചേർത്തുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മിക്ക സ്നാക്സുകളും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അച്ചപ്പം, കുഴലപ്പം, ചിപ്സ്, ചക്ക വറുത്തത്, കൊള്ളി വറുത്തത്, ഉണ്ണിയപ്പം, അങ്ങനെ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട്. മാവ് നന്നായി മിക്സാക്കി എടുക്കണം. അതിനുശേഷം വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഊറ്റി മാവിലോട്ടൊഴിക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഒഴിച്ച് കുഴച്ചാൽ മതിയാവും. ഇത് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഒരുവിധം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ അല്പം എണ്ണയോ നെയ്യോ പുരട്ടാവുന്നതാണ്. കുഴയ്ക്കുമ്പോൾ മാവ് അധികം ഹാർഡും ആവരുത്, അധികം വെള്ളം പോലെയും ആവരുത്. ഒരു സോഫ്റ്റായ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതുപോലെ മാവ് എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ ചൂടാകാൻ വെക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സേവനാഴിയിലേക്ക് അല്പം മാവിട്ട് കൊടുക്കാം. ഇത് പക്കോടയുടെ ഷേപ്പിൽ നമുക്ക് പീച്ചെടുക്കാം. ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അച്ച് മാറ്റിയെടുത്താൽ മതി. ഞാനിപ്പോൾ മുറുക്കിൻ്റെ രൂപത്തിലാണ് പീച്ചുന്നത്. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിൽ കുറേശ്ശെയായി പീച്ചി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കണം. പീച്ച ഉടനെ അത് മറിച്ചിടരുത്. ഒരല്പം കഴിഞ്ഞ് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അധികം വേവൊന്നുമില്ല. എണ്ണയിൽ പതയൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് എണ്ണയിലോട്ട് പീച്ചി കോരി മാറ്റേണ്ടതുണ്ട്. ഇതുപോലെ മുറുക്ക് നമുക്ക് കിട്ടും. ബാക്കി മാവും കൂടെ നമുക്ക് വറുത്ത് കോരി മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് മുറുക്കിൻ്റെ പരുവത്തിലാക്കാം. ഇഷ്ടമായവരെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിനെ നമുക്കൊരു അടപ്പുള്ള കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ കുറച്ച് നാൾ നിൽക്കും.